നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കാനായിട്ടുണ്ട്. ഇത് സ്വയംഭൂവായി വന്നതല്ല. നമ്മുടെ രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ എല്ലാവർക്കും വിദ്യാഭ്യാസം നടത്താൻ പറ്റുന്ന സാഹചര്യമല്ല ഉള്ളത് എന്ന് നാം കാണുന്നു. ഇവിടെ ഇന്നലത്തെ ഡൽഹി സമരത്തെക്കുറിച്ച് പരാമർശിക്കുകയുണ്ടായല്ലോ. ഇന്നലെ വൈകുന്നേരം വിമാനത്താവളത്തിലേക്ക് പോകുന്ന വഴിക്ക് കണ്ടൊരു കാഴ്ച, ജോലി കഴിഞ്ഞ് ആളുകൾ തിരിച്ചു പോവുകയാണ്. ഡൽഹിയിലെ ഓഫീസ് ജോലിയല്ല, മറ്റ് സൈറ്റുകളിലൊക്കെ ജോലിയെടുക്കുന്ന കൂലിത്തൊഴിലാളികൾ കൂട്ടത്തോടെ തിരിച്ചു പോകുന്ന കാഴ്ച. അപ്പോൾ ആ കൂട്ടത്തിൽ തീരെ ചെറിയ കുട്ടികളുണ്ട്. അപ്പോൾ ഡ്രൈവറോട് ഞാൻ ചോദിച്ചു, ഇവർ കുട്ടികളെയും കാണുന്നുണ്ടല്ലോ, അവരെന്താണ് ചെയ്യുക? അപ്പോൾ ജോലി സ്ഥലത്ത് പോകുമ്പോൾ അതിനടുത്ത് കുട്ടിയെ നിർത്തുകയാണ്. കുറച്ച് കുട്ടികളും അതിൻ്റെ ഭാഗമായിട്ട് അവിടെ നിൽക്കും. അവർക്ക് ഡ്രൈവർ പറയുകയാണ്, അവർക്ക് സ്കൂളിൽ പോകാൻ സാഹചര്യമില്ല. ഈ കിട്ടുന്ന തുച്ഛമായ കൂലി കൊണ്ട് കുട്ടികളെ പഠിപ്പിക്കാൻ അവർക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് ഇവരുടെ കുട്ടി ഇതേ കൂലിപ്പണിയായിട്ട് തന്നെ മാറുകയാണ്. നമ്മുടെ നാട്ടിലെ പോലെയല്ല എന്നും അയാൾ പറയുകയാണ്. ഞാൻ പറയല്ല, ആ ഡ്രൈവർ എന്നോട് പറയുകയാണ്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. നമ്മുടെ നാട്ടിൽ അച്ഛൻ്റെ തൊഴിൽ തന്നെ മകൻ എടുക്കുന്നുള്ള നിലയില്ലാലോ. പഠിച്ച് അതിനനുസരിച്ച് തൊഴിൽ നേടുകയല്ലേ. ഇവിടെ അതൊന്നും കഴിയില്ല സാർ എന്നും പറയാം. ഇത് രാജ്യ തലസ്ഥാനത്തിൻ്റെ ചിത്രമാണ്. എന്നാൽ രാജ്യത്തിൻ്റെ മിക്കവാറും ഭാഗങ്ങളിൽ പോയാൽ ഇത്തരം ഒരു നില നമുക്ക് കാണാൻ കഴിയും. വിദ്യ അഭ്യസിക്കാൻ കഴിയാത്ത കുട്ടികൾ ധാരാളമുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ നാട് മാറിയതിൻ്റെ ചരിത്രത്തിലേക്കൊന്നും ഇപ്പം ഞാൻ വിശദമായിട്ട് പോകുന്നില്ല. പക്ഷേ നവോത്ഥാന പ്രസ്ഥാനവും നവോത്ഥാനത്തിൻ്റേതായ ഇടപെടലും അതിൻ്റെ തുടർച്ചയായുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഇടപെടലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഇടപെടലും കേരളത്തിലെ ആദ്യത്തെ ഗവൺമെൻറ്, കേരള സംസ്ഥാനം രൂപം കൊണ്ടതിന് ശേഷം ആദ്യം അധികാരത്തിൽ വന്ന EMS ഗവൺമെൻറ് സ്വീകരിച്ച നടപടികളും എല്ലാം സാർവത്രിക വിദ്യാഭ്യാസം കേരളത്തിൽ പ്രാപ്യമാക്കി എന്നതാണ് നമ്മുടെ അനുഭവം. നടന്നെത്താൻ കഴിയുന്ന ദൂരത്ത് സ്കൂളുകളും മറ്റ് വിദ്യാലയങ്ങളും ഉണ്ടായപ്പോൾ പഠിക്കാനുള്ള സൗകര്യങ്ങൾ കൂടി ഒരുക്കിയപ്പോൾ ഏത് പാവപ്പെട്ട കുടുംബത്തിലെ കുട്ടിക്കും ആ കുട്ടി ആഗ്രഹിക്കുന്നിടം വരെ പഠിച്ചുയരാൻ ഇവിടെ സാഹചര്യമുണ്ടായി. ഇതാണ് നമ്മുടെ നാടിനെ വേറിട്ട ഒരു നാടാക്കി മാറ്റിയത്. മറ്റ് നാടുകളിൽ നിന്ന്
വ്യത്യസ്തമായ അവസ്ഥ ഇവിടെ സൃഷ്ടിക്കാൻ കഴിഞ്ഞത് ഈ ഇടപെടൽ കൊണ്ടാണ്. അതിൻ്റെ ഭാഗമായി കേരളത്തിൽ അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ എപ്പോഴും ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വലിയ മുൻഗണന നൽകിയതിൻ്റെ ഭാഗമായാണ് കേരളം പല കാര്യങ്ങളിലും ദേശീയ തലത്തിൽ തന്നെ മുന്നിട്ട് നിൽക്കുന്ന അവസ്ഥയുണ്ടായി. നമ്മുടെ വിദ്യാഭ്യാസം നല്ല രീതിയിൽ നേടാൻ കഴിയുന്നതോടെ അതിനനുസൃതമായ മാറ്റം സമൂഹത്തിലുണ്ടാകുന്നു എന്നുള്ളത് നമ്മുടെ എല്ലാം അനുഭവത്തിലുള്ള കാര്യമാണ്. നാം പുറം രാജ്യങ്ങളിൽ തൊഴിൽ തേടി പോകുന്ന അവസ്ഥയെടുത്താൽ വളരെ പഴയ കാലത്ത് പലയിടങ്ങളിലും തോട്ടം തൊഴിലിനും മറ്റുമായിരുന്നു വിദേശത്തടക്കം മലയാളി കുടിയേറിയത്. അത് കഴിഞ്ഞ് പിന്നെ വ്യാപകമായി നിർമ്മാണ തൊഴിലായി. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് മറ്റ് രാജ്യങ്ങളിൽ പോയി തൊഴിലെടുക്കുന്നവർ അവിടുത്തെ തന്ത്രപ്രധാനമായ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുകയാണ് എന്ന് കാണാൻ നമുക്ക് സാധിക്കും. എവിടെയും ആരും നേരത്തെ പോയതുപോലുള്ള തൊഴിലുകൾക്ക് പോകേണ്ടി വരുന്നില്ല. കാരണം അവരാ നിലക്കുള്ള വിദ്യാഭ്യാസം നേടിയിരിക്കുന്നു. അതിൻ്റെ ഭാഗമായുള്ള തൊഴിൽ തേടാൻ അവർക്ക് കഴിയുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒട്ടേറെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ശാസ്ത്രജ്ഞരായി വരെ നമ്മുടെ പ്രതിഭകൾ പ്രവർത്തിക്കുകയാണ്. ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിന് പുറത്ത് ഈ രീതിയിൽ പ്രവർത്തിക്കുന്നത് നമുക്കറിയാം. കേരളത്തിൻ്റെ പച്ചപ്പിനെ ഇടയാക്കിയ ഒന്നാണ് പ്രവാസികളുടെ ഇടപെടൽ എന്ന് നാം കാണണം. എങ്ങനെ കേരളം ഇന്നത്തെ നിലയിലേക്ക് മാറി എന്നാരെങ്കിലും പരിശോധിക്കുമ്പോൾ ആദ്യ സ്ഥാനം നാം പാസാക്കിയ ഭൂപരിഷ്കരണ നിയമത്തിന് തന്നെയാണ് വരിക. കേരളം സ്വീകരിച്ച ഭൂപരിഷ്കരണ നടപടികളാണ് കേരളത്തെ ഈ രീതിയിൽ മാറ്റി തീർത്തത് എന്ന് എല്ലാവരും സമ്മതിക്കും. അത് കഴിഞ്ഞാൽ ഉള്ള സ്ഥാനം നമ്മുടെ പ്രവാസി സമൂഹത്തിനാണ്. അവരുടെ ഇടപെടലും സഹായവും കേരളത്തിൻ്റെ പച്ചപ്പിന് വലിയ തോതിൽ സഹായിച്ചു എന്നാണ് കാണാൻ നമുക്ക് കഴിയുക. അതിനിടയാക്കിയത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ പുരോഗതി കൂടിയാണ്. നമുക്കറിയാം, കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ തോതിലുള്ള മാറ്റം ഒരു ഘട്ടത്തിൽ വന്നു. ആ മാറ്റം നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗം തകർന്നു പോകുമെന്നതായിരുന്നു. ആ പൊതുവിദ്യാഭ്യാസ രംഗം തകർന്നു പോകുന്ന നില വന്നപ്പോൾ പൊതുവിദ്യാഭ്യാസത്തെ സ്നേഹിക്കുന്ന എല്ലാവരും വല്ലാതെ വേദനിക്കുന്ന അവസ്ഥയുണ്ടായി. എല്ലാവർക്കും ഓർമ്മയുള്ള കാര്യമാണ്,
നിങ്ങളിൽ പലരും ഇപ്പോൾ പുതുതായി സർവീസിൽ ചേർന്നവരൊഴികെയുള്ള എല്ലാവരും ഭാഗഭാക്കായ ഒന്നാണ് 2016 സർക്കാർ LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിനായി നാം നടപ്പാക്കിയ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. അതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചവരാണ് നിങ്ങളെല്ലാവരും. അന്ന് കേരളത്തിൻ്റെ പൊതുവിദ്യാലയങ്ങൾ തകർന്നു പോകുമെന്ന ആശങ്കയാണുണ്ടായിരുന്നു. പൊതുവിദ്യാലയങ്ങൾ തകർന്നാൽ എന്തായിരിക്കും അവസ്ഥ? അതും നാം ചിന്തിക്കണം. അപ്പോൾ ഇന്നലത്തെ അനുഭവത്തിൽ ആ ഡ്രൈവർ എന്നോട് പറഞ്ഞില്ലേ, ആ കുട്ടികൾക്ക് പഠിക്കാൻ കഴിയുന്നില്ല എന്ന്. എന്തുകൊണ്ടാണ് പഠിക്കാൻ കഴിയാത്തത്? പഠിക്കേണ്ടത് ഫീസ് കൊടുക്കുന്ന സ്കൂളുകളിലാണ്. അവിടെ പൊതുവിദ്യാലയങ്ങൾ അധികം കാണില്ല. ഉള്ള പൊതുവിദ്യാലയങ്ങളെല്ലാം നേരത്തെ പൂട്ടിപ്പോയി. ഇപ്പോൾ ഉള്ളവർ ഇവിടെ പണ്ടൊരു പൊതുവിദ്യാലയം ഉണ്ട് എന്ന് പറയേണ്ടി വരും, ഉണ്ടായിരുന്നുവെന്ന്. അപ്പോൾ പാവപ്പെട്ടവർക്ക് താങ്ങാവുന്ന ഫീസല്ല. നമ്മുടെ കേരളത്തിലും പൊതുവിദ്യാലയങ്ങളല്ലാത്ത വിദ്യാലയങ്ങളുണ്ട്. അവിടെ ഇപ്പോഴുള്ള ഫീസ് വെച്ച് അതായിരിക്കും പൊതുവിദ്യാലയങ്ങളിൽ ഇല്ലാതായാലുള്ള ഫീസ് എന്ന് കണക്കാക്കാൻ പറ്റില്ല.